ഇതോടുകൂടിയിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സംഖ്യയാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. അപ്പം അങ്ങനെ ഉപാസിക്കാൻ എന്ന സംവിധാനത്തിന് ചുള്ളിക്കാട് എന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. ഒരു ഹിന്ദുത്വ അജണ്ടയാണ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയ പറയുന്നത്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ബാക്കിയുള്ള ലഹരിക്കൊന്നും ഈ ലഹരിയുടെ അടുത്തേക്ക് പോലും വരാൻ സാധ്യമല്ല. അറിവിന്റെ ലഹരിയാണ്. ആ ഉപാസനാ മാർഗത്തെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി അതിൻ്റെ അന്തസത്ത ശങ്കര കൃതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലിങ്ങനെ അനവധി ഇസങ്ങൾ വരും പോവും. പക്ഷേ സനാതനധർമ്മം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. മെന്മേ കമ്മൻ മെന്മേ ഗോ. സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വമാണോ ഹിന്ദുത്വം, സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വം തെറ്റാണോ, ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ ആ അരയന്നങ്ങൾ നടക്കുന്ന അരയന്ന നട അത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് അമ്മയുടെ നടനം. ആ സാഹിത്യ മേന്മയിലും ശങ്കരൻ്റെ ഈ കൃതികൾ വളരെ ഉയർന്ന നിലവാരം പുറത്തുന്നതാണ് സാഹിത്യപരമായിട്ട്. ആ ശങ്കരാചാര്യരെ വൈദിക സമ്പ്രദായത്തിൽ മാത്രം ചിന്തിക്കുന്നത് ശരിയല്ല. ഒരു വിധത്തിൽ പറഞ്ഞ ശിവന്റെ മറ്റൊരു ജന്മമാണ്. നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് വൃത്താന്തം തുടങ്ങിയ മാഗസിൻസിൻ്റെ എഡിറ്ററും ഇപ്പോൾ ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ എന്ന ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള എം മോഹൻ, അപ്പുചേട്ടനെന്ന് നമ്മൾ വിളിക്കുന്ന അപ്പുചേട്ടനാണ് നമ്മളുടെ കൂടെയുള്ളത്. നമ്മളിന്ന് 2-3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ആദ്യമായിട്ട് വന്നത് ഇപ്പോൾ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ശങ്കരാചാര്യരെ രചിച്ച സൗന്ദര്യലഹരി എന്ന പുസ്തകത്തിൻ്റെ മലയാളം വിവർത്തനം ചെയ്യുന്നു എന്നുള്ള വാർത്ത ഇന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സംഘിയാവുകയാണോ, അദ്ദേഹത്തെ സംഘ ആദർശങ്ങളിൽ അദ്ദേഹം താല്പര്യം കൊണ്ടിട്ടാണോ ശങ്കരാചാര്യരുടെ കൃതി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ ഇത്രയും നാൾ അറിയപ്പെടുന്ന അദ്ദേഹം മാറിയത് എന്നുള്ള ചർച്ചകൾ വരുന്നു. അപ്പോൾ സൗന്ദര്യ ലഹരിയെക്കുറിച്ചും ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ട്രാൻസ്ലേഷനെക്കുറിച്ചും അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതും അതിൻ്റെ ശാസ്ത്രീയമായ ഭക്തിപരമായ കാര്യങ്ങളും എല്ലാം വളരെ നന്നായി ഇത്തരം സൗന്ദര്യലഹരി അടക്കം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള അപ്പുചേട്ടൻ നമുക്ക് ചോദിക്കാം. അപ്പുചേട്ടാ നമസ്കാരം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇവിടെ എറണാകുളത്തെ അപ്പുചേട്ടൻ്റെയൊക്കെ നല്ല പരിചയമുള്ള ബാലേന്ദ്രൻ ചുള്ളിക്കാട് സൗന്ദര്യലഹരി എന്നുള്ള ഒരു ശങ്കരാചാര്യരുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതികളിലൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് സ്വാഭാവികമായിട്ടും ഭക്തി മാർഗമാണ്. അല്ലെങ്കിൽ 1 തൊട്ട് 42 വരെ പൂർണ്ണമായ തന്ത്രവിദ്യ അല്ലെങ്കിൽ മാന്ത്രികവും ചക്രവും അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് പ്രതിഭാസം ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, അദ്ദേഹം അങ്ങാണ് പറയേണ്ടത്. 42 തൊട്ട് 100 വരെ ഒരു കുറച്ചുകൂടി ദേവീ സ്തുതി ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ സൗന്ദര്യലഹരി? എന്തുകൊണ്ടായിരിക്കാം ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇത്തരത്തിലുള്ള ഒരു വളരെ ബുദ്ധിമുട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ ആയിരിക്കും? കാരണം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു കുമാരനാശാൻ മാത്രമേ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളൂ മലയാളത്തിലേക്ക്. അത്തരത്തിലുള്ള കൃതി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കാരണമായത് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത് വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതോടുകൂടിയിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സംഖ്യയാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. കാരണം അങ്ങനെ സംഖ്യയാക്കി തുടങ്ങേണ്ടി ഇപ്പോൾ ശങ്കരാചാര്യർ വരെ ആൾറെഡി സംഖ്യയാണല്ലോ, അത് വേറെ വിഷയം. പക്ഷേ ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും അദ്ദേഹവുമായിട്ട് പൂർത്തീകരിച്ചു എന്ന് പറയുന്നതാണ് ഈ 100 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്നതായിട്ടുള്ള സൗന്ദര്യലഹരി. ഗണപതി എഴുതിയിട്ട് അങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പിന്നീട് വരും. പക്ഷെ നമുക്ക് അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് പോകാനുള്ള 100 ശ്ലോകങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ഉണ്ടാകാവുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ കടഞ്ഞെടുത്ത ഒരു വെണ്ണ തന്നെയാണ്. അത് വാസ്തവത്തിൽ അത്രമാത്രം കാര്യങ്ങൾ അതിൽ കൂടി പ്രതിപാദനം ചെയ്തു പോയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ ശക്തി ആൻഡ് ശിവ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ, അതുമായി മനുഷ്യൻ്റെ ചിന്തയ്ക്ക്, ബുദ്ധിക്ക്, പിന്നെ അവരുടെ ഭാവനയ്ക്കൊക്കെ എങ്ങനെയാണ് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടെയാണ് വരുന്നത്. പക്ഷേ അതേസമയം എനിക്ക് തോന്നുന്നു ഭാരതം കണ്ടതായിട്ടുള്ള സാഹിത്യത്തിൻ്റെ മേന്മ എന്ന് പറഞ്ഞാൽ ആ സാഹിത്യ മേന്മയിലും ശങ്കരൻ്റെ ഈ കൃതികൾ ഈ 100 ശ്ലോകങ്ങളിൽ 50 എണ്ണത്തോളം വളരെ ഉയർന്ന നിലവാരം പുറത്തുന്നതാണ് സാഹിത്യപരമായിട്ടും വേദാന്തപരമായിട്ടും അതുപോലെ ശാസ്ത്രദൃഷ്ടിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലൊരു വിഷയം, ശങ്കരാചാര്യരുടെ കാലം എന്ന് പറയുമ്പോൾ 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് കാലം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പോലുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളല്ല എന്നുള്ളത്. തികച്ചും പ്രകൃതിയെ
അനുകൂലമായിട്ട്, പ്രകൃതിയോട് അനുകൂലമായിട്ട് പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളെ മനുഷ്യൻ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് ആശ്രയിച്ചിരിക്കുന്ന വിഷയം ആധ്യാത്മികത മാത്രമാണ്. ആ ആധ്യാത്മികത സങ്കേതങ്ങളിൽ കൂടിയിട്ട് മനുഷ്യനെ സമ്പൂർണ്ണമായിട്ടും ഒരു മനുഷ്യന് നേടാവുന്ന കാര്യങ്ങൾ നേടാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശയത്തിൻ്റെ സങ്കലനങ്ങളാണ് വാസ്തവത്തിൽ ഈ പറയുന്ന സൗന്ദര്യലഹരി. അതിലെ പല സാഹിത്യങ്ങളും വളരെ കാവ്യാത്മകമായിട്ടുള്ള സാഹിത്യങ്ങൾ. അതിനോടൊപ്പം തന്നെ ഇത് വായിച്ചു പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. ഇപ്പോൾ അതിൽ പറയുന്ന ഒരു ശ്ലോകം, പിന്നെ ഭഗവതി എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ശങ്കരാചാര്യ വർണ്ണിച്ചിരിക്കുന്നതാണ്. അമ്മ നടക്കുന്നത്, അമ്മയുടെ പുറകിൽ ഒരു പറ്റം അരയന്നങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ആ അരയന്നങ്ങൾ നടക്കുന്ന അരയന്ന നട അത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങൾ എങ്ങനെ നടക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ് അമ്മയുടെ നടനം എന്ന് തോന്നുന്ന രീതിയിലാണ്, അപ്രകാരമാണ് അമ്മ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപമയുടെ ബാഹുല്യം നോക്കൂ. എത്ര ഗംഭീരമാണ് ഈ സങ്കല്പം. ഇങ്ങനെയാണ് മുഴുവൻ സങ്കല്പങ്ങളും. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത്. വളരെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനവധി സിമ്പലുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതേസമയം ഇതെല്ലാം തന്നെ മന്ത്രസ്പന്ദനങ്ങളോട് കൂടിയിട്ടുള്ള സംവിധാനമാണ്. അതുകൊണ്ട് ഓരോ മന്ത്രത്തിനും ഓരോ യന്ത്രമുണ്ട്. ആ യന്ത്രത്തെ നമുക്ക് വേണ്ട രീതിയിൽ പൂജിക്കുക, ഉപാസന ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. അപ്പോൾ അങ്ങനെ ഉപാസിക്കുക എന്ന സംവിധാനത്തിന് ചുള്ളിക്കാട് എന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. വേറെ മറ്റാര് പരിശ്രമിച്ചാലും എന്താ ചെയ്തൊരു ഉപാസനാ മാർഗമാണ്. ആ ഉപാസനാ മാർഗത്തെ ട്രാൻസ്ലേറ്റ് ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, പരിഭാഷപ്പെടുത്തിയാലും ഇല്ലെങ്കിലും ശരി, അതിൻ്റെ അന്തസത്ത ശങ്കരകൃതിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനൊരു പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരിക്കാം. ഇപ്പോൾ ആശാൻ്റെ ആ ഒരു തർജ്ജമ അതും വേണ്ട രീതിയിലൊന്നും കേരളീയർ മനസ്സിലാക്കിയിട്ടും തോന്നുന്നില്ല, അന്വേഷിച്ചിട്ട് പോലുമില്ല. അവിടെ വിഷയം എന്താണ്? അവിടെയാണ് ശങ്കരൻ്റെ ഈ വേദവാണി, ദേവവാണിയെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ശങ്കരാചാര്യരുടേതായിട്ടുള്ള മഹത്വം നിലനിൽക്കുന്ന അവിടെയാണ്. ഇത് ദേവവാണിയാണ് എന്ന് പറയാനുള്ള കാരണം പോലും അത് തന്നെയാണ്. അത് എത്രത്തോളം ഒരുപക്ഷെ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യത്തെ, സാഹസികതയെ നമുക്കെല്ലാം കൊണ്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കാം. അങ്ങനെ കേരളത്തിന് പറ്റിയതായിട്ടുള്ള ഒരു ഒന്നാന്തരം ശാസ്ത്രബോധം, ആധ്യാത്മികതയിൽ ഊർന്നു നിൽക്കുന്നതായിട്ട് ശാസ്ത്രബോധം കേരളത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതേ ആ കാര്യത്തിൽ ഇപ്പോൾ പറയാൻ സാധിക്കുള്ളൂ. പുറത്തു വന്നതിന് ശേഷമേ ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഈ വിഷയത്തിൽ നല്ല ജ്ഞാനമുള്ള ഒരാളെന്നതിൽ എൻ്റെ ചെറിയ അറിവുകൊണ്ട് ചോദിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതൽ ആശ്രയിക്കുന്നത് കൗള സമ്പ്രദായത്തിലെ ആളുകളാണ് ഇത്തരം സൗന്ദര്യലഹരിയുടെ ആരാധകരായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ സൗന്ദര്യലഹരി അത് ഒരു അദ്വൈതത്തിൻ്റെ ഒരു ഏറ്റവും പ്രസക്തമായ ഒരു കാര്യവും കൂടിയാണല്ലോ. ഒരു ഇതായിട്ടും ചിത്രീകരിക്കുന്നത് ആദ്യത്തെ വാചകങ്ങൾ തന്നെ അത്തരത്തിലുള്ള തത്വമസി എന്നും കൂടി വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് എന്ന് പറയുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് അദ്വൈതമാണോ അതല്ലെങ്കിൽ ദ്വൈതമാണോ? അല്ല, അതിലെ വൈദിക സമ്പ്രദായമേ അല്ല ഇത്. അല്ല, ഇത് ശൈവ സമ്പ്രദായമാണ്. ശൈവ ശാക്തേയ സമ്പ്രദായങ്ങളാണ്. ഇപ്പോൾ വൈദികത്തിൻ്റെയും കൂടി ഭാഗമാണെന്ന് പറയാം നമുക്ക്. പക്ഷേ വേദത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പറയാം. പക്ഷേ അതിൽ നിന്ന് തന്നെയൊക്കെ കടഞ്ഞെടുത്തതായിട്ടുള്ളൊരു ഭാഗം തന്നെയാണ് ശാക്തേയ സമ്പ്രദായവും അതിലെ കൗളമാർഗം എന്ന ശ്രീവിദ്യാ സമ്പ്രദായം എന്നൊക്കെ പറയുന്ന സംഗതികൾ. അതിലൊരുപാട് ഉപവിഭാഗങ്ങളുണ്ട്, ഒരുപാട് ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് നോക്കേണ്ട സംഗതികളാണ്. അവിടെ ശിവനും ശക്തിയും രണ്ട് രൂപങ്ങളാണ്, രണ്ട് പ്രതിബിംബങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന സങ്കല്പമാണ് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ രണ്ടും ഒന്നൊരു കൈനറ്റിക് ഫോഴ്സാണ്, മറ്റേതൊരു പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ചേർന്നുകൊണ്ട് മാത്രമേ ജീവമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് കൺസെപ്റ്റ്. അപ്പോഴതുകൊണ്ട് എന്താണോ ശിവൻ, എന്താണോ ശക്തി, രണ്ടിൻ്റെയും കൂടി അതിമനോഹരമായിട്ടുള്ള സമ്മേളനത്തിൻ്റേതായിട്ടുള്ള ഒരു ആനന്ദം. ആ ആനന്ദം അതെങ്ങനെയാണ് ഈ സമ്മേളനം? ശിവൻ എന്ന് പറയുന്ന ഒരു രൂപമല്ല, ഒരു മനുഷ്യരൂപവുമല്ല, നേരെ മറിച്ച് ഹോൾ പൊട്ടൻഷ്യലായിട്ടുള്ള എനർജിയാണ്. ശക്തി എന്ന് പറയുന്നത് കൈനറ്റിക് ആയിട്ടുള്ള ചലനാത്മകമായിട്ടുള്ള എനർജിയാണ്, സ്പന്ദനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മേളനത്തിൽ കൂടിയിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കപ്പെടുന്നത്. ദിസ് ഈസ് ദ ഫാക്റ്റ്. അപ്പോൾ ആ സമ്മേളനത്തിൻ്റെ, ആ മേളനത്തിൻ്റെ ആ തത്വം മനസ്സിലാക്കാൻ സാധിച്ചാൽ
പിന്നെ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെറും നിസ്സാരമായിട്ട് തോന്നുള്ളൂ. ഇത്ര വലിയ വിഷയമല്ല. അപ്പോൾ ഈ ജാതി ചിന്തയുടെ വിഷയമില്ല, മതചിന്തയുടെ വിഷയമില്ല, ബാക്കിയുള്ള ലിംഗവ്യത്യാസങ്ങളുടെ വിഷയമില്ല. ഒന്നുമില്ലാത്ത തലത്തിലുള്ള ഒരു ആനന്ദമയമായിട്ടുള്ള അന്തരീക്ഷം മനുഷ്യന് സൃഷ്ടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു ലഹരിയാണ് ശിവശക്തി സമ്മേളനത്തിൻ്റെതായിട്ടുള്ള കഥ. അതാണ് സംഭവം. അപ്പോൾ ബാക്കിയുള്ള ലഹരിക്കൊന്നും ഈ ലഹരിയുടെ അടുത്തേക്ക് പോലും വരാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സംവിധാനമാണ് ആ ചിന്ത. ചിന്താപരമായിട്ടുള്ള ലഹരിയാണത്, അറിവിൻ്റെ ലഹരിയാണ്. അതുകൊണ്ടാണ് അപ്പച്ചൻ ഇപ്പം അതിനിടയ്ക്ക് പറഞ്ഞത് ഇത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു കൈനറ്റിക് എനർജിയാണ്. അതല്ലെങ്കിൽ എല്ലാ ലോകത്തിലെ എല്ലാ ശക്തിയും ഒരു ഇറ്റ്സ് എൻ എനർജി, എവറിത്തിങ് ഇസ് എൻ എനർജി എന്നുള്ള പുതിയ കണ്ടുപിടുത്തം അത് ഈ സൗന്ദര്യ ലഹരിയിലും ബേസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പച്ചൻ പറഞ്ഞത്. പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയാണ് സൗന്ദര്യം. കാരണം ആ ഏതൊരു ശക്തിയെയാണോ നമ്മൾ ഉപാസിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ആ ശക്തി നമുക്ക് കരഗതമായാൽ പിന്നെ വേറെന്ത് പ്രശ്നം? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ നേടാൻ പറ്റാത്തത്? അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ പ്രപഞ്ചസാര സംഗ്രഹം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കാണേണ്ടത്. വണ്ടർഫുള്ളായിട്ടുള്ള സംഗതിയാണ്. അതിൽ മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ ഗർഭാധാനം മുതൽ വരുന്ന സമയത്ത് ആ ബീജരൂപത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മനുഷ്യനിൽ എങ്ങനെയാണ് ഓരോ സമയത്തും കാലാകാലഘട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, എപ്പോഴാണ് ബുദ്ധി വയ്ക്കുന്നത്, എപ്പോഴാണ് കണ്ണു തുറക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ അവയവങ്ങൾ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ തരത്തിലുള്ള വളരെ ക്ലിഷ്ടമായിട്ടുള്ള അറിവുകൾ ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങളെയും പ്രതിപാദിക്കുന്നതാണ് പ്രപഞ്ചസാര സംഗ്രഹം. ബേസിക്കലി ബയോളജിക്കൽ ബുക്ക്. ബയോളജി മാത്രമല്ല, ഇത് മാത്രമല്ല, ഓൾമോസ്റ്റ് അണുവിനേക്കാൾ അണുവായ കാര്യത്തെക്കുറിച്ചും ഹിമാലയത്തേക്കാൾ ഭയങ്കരമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥമാണത്. അപ്പോൾ ശങ്കരൻ്റെ കൈ എത്താത്തതായിട്ടുള്ള ഈ ലോകത്ത് അറിവിൻ്റെ ഒരു മേഖലയും ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അങ്ങനെ എത്തിയിട്ടുണ്ട്. ആ ശങ്കരാചാര്യരെ വൈദിക സമ്പ്രദായത്തിൽ മാത്രം ചിന്തിക്കുന്നത് ശരിയല്ല. ഒരു വിധത്തിൽ പറഞ്ഞ ശിവൻ്റെ മറ്റൊരു ജന്മമാണ്. അതാണ് ശങ്കരാചാര്യരെ കുറിച്ച് സൂചിപ്പിക്കാനുള്ള സംഗതി. നമ്മുടെ വിഷയം ഇതൊക്കെ തന്നെയാണോ അതോ വേറെ വിഷയങ്ങളുണ്ടോ? ഒറ്റ കാര്യം കൂടി. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ആചാര്യസ്വാമി ആധുനിക കാലഘട്ടത്തിലും ഇപ്പോൾ ജനങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആധുനിക സയൻസും പറയുന്നതിൻ്റെ അത്രയും മഹത്തായ വലുപ്പത്തിൽ അദ്ദേഹം ചിന്തിച്ചു വെച്ചിരുന്നു. പ്രസക്തമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ ആയുസ് എത്രയാണെന്ന് പോലും നമ്മുടെ പൂർവികരായിട്ടുള്ള പിന്നെ ഋഷീശ്വരന്മാർ കണ്ടെത്തി വച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മളിവിടെ യുഗങ്ങളായിട്ടും പിന്നെ ചതുർയുഗങ്ങളായിട്ടും മറ്റ് സങ്കല്പങ്ങളായിട്ടും ഒക്കെ കണക്കാക്കപ്പെടുന്നത്. ഈ പറയുന്നതായിട്ടുള്ള കാലത്തിൻ്റെ ഗണന അത് ലോകത്തിൽ മറ്റൊരു തരത്തിലുള്ള പിന്നെ വ്യക്തികൾക്കോ അല്ലെങ്കിൽ സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു വലിയ സങ്കല്പമാണ് ഈ കാലഗണന, ഭാരതീയ കാലഗണന. അത് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പോൾ 196 കോടി വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ ജന്മമുണ്ടായിട്ട് എന്ന് പറയുന്നു. പക്ഷെ പ്രപഞ്ചം എത്ര വർഷമായി അതും കണക്കാക്കിയിട്ടുണ്ട്. ഇനി എത്ര വർഷം പോവും അതും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത്. ആ പ്രളയത്തിൽ നിന്ന് പിന്നെ എന്തുണ്ടാവും? ആ പ്രളയത്തിൻ്റെ ഒരു നിശ്ചലാവസ്ഥയിൽ നിന്നും വീണ്ടും അതിനാണ് പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ പിന്നെ അനുഭവവും പിന്നെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നതും അതിനുശേഷമുള്ള സങ്കല്പങ്ങളുമെല്ലാം ഇതെല്ലാം തന്നെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ജ്ഞാനത്തിൽ നിന്നുമാണ്. ആ ജ്ഞാനത്തിൽ ഇത് പൂർണ്ണമാണ്, സമ്പൂർണ്ണമാണ്. അവിടെ നിന്നാണ് സംഗതി. ഇത് മുഴുവനും പൂർണ്ണമാണ്. ഈ ജ്ഞാനം സങ്കല്പം പൂർണ്ണമാണ്. പൂർണ്ണമതം എന്ന് പറയുന്ന സങ്കല്പം ഇത് തന്നെയാണ്. പൂർണ്ണത്തിൽ നിങ്ങൾ പൂർണ്ണം കുറച്ചാൽ അവശേഷിക്കുന്നത് പൂജ്യമാണോ? അല്ലല്ലോ, പൂർണ്ണമാണ്. അപ്പോൾ വാട്ട് ഈസ് ആ കൺസെപ്റ്റ് ഓഫ് പൂർണ്ണം? അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ സങ്കല്പത്തെ മനുഷ്യർക്ക് ഉപയോഗപ്രദമാകത്തക്ക ഇപ്പോഴത്തെ മനുഷ്യനെ നിങ്ങളിപ്പോൾ ജീവിക്കുന്ന 10, 50 കൊല്ലം 100 കൊല്ലം എങ്ങനെ ജീവിക്കാം? ദിസ് ഈസ് ദ കൺസെപ്റ്റ്. നിങ്ങൾക്ക് പുറകിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭാഗത്തും ഇങ്ങനെയതായിട്ടുള്ള വിശേഷങ്ങളുണ്ട്. അപ്പോഴത് കണക്കാക്കിയിട്ട് മനുഷ്യൻ എങ്ങനെയാണ് അവനിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഓരോ ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എന്തെല്ലാം വ്യത്യാസങ്ങൾ സംഭവിക്കും, ഇത് വളരെ ക്ലിയറായിട്ട് ഭവിഷ്യപുരാണത്തിലും വേദവ്യാസൻ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ സംഭവിക്കാം? ഇപ്പോൾ നടക്കുന്നതായി ഇപ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഭവിഷ്യപുരാണത്തിൽ ഭംഗിയായിട്ട് വേദവ്യാസൻ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് വിശേഷമൊന്നുമില്ല. പറയാൻ പോയാലും ഒരുപാട് പേര് ചിലപ്പോൾ എൻ്റെ പുറത്ത് എന്തൊക്കെയാ ചെണ്ട കൂട്ടാന്ന് പറയാനും പറ്റില്ല. അതൊക്കെ വിഷയം. അതുകൊണ്ട് ഭവിഷ്യപുരാണവും വായിക്കേണ്ടതാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഞാനിപ്പോൾ ഏതായാലും ഇത് അത്രയും കാര്യത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരു ഹിന്ദുവിസത്തിൽ നിന്ന് അദ്ദേഹം ബുദ്ധൻ ഒരു ചിന്തയിലേക്ക് മാറിയിരുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ഓക്കെ, അദ്ദേഹം ബുദ്ധിസം സ്വീകരിച്ചല്ലോ.
അതിത് വീണ്ടും അപ്പുച്ചേട്ടൻ്റെ ഒക്കെ കൂടിയിട്ട് അദ്ദേഹത്തെ ബുദ്ധമതത്തെ പൂർണ്ണമായി നശിപ്പിക്കുകയോ നിരാകരിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്ത ശങ്കരാചാര്യൻ്റെ പുസ്തക ട്രാൻസ്ലേഷനിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ഹിന്ദുത്വ അജണ്ടയാണ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയ പറയുന്നത്. അത് പൊതുവെ ഭാരതത്തിൽ നിലനിൽക്കുന്നതായിട്ട് ഒരു സാമൂഹ്യ പരിവർത്തനമാണ്. അത് പ്രത്യേകിച്ച് ആരും ഉണ്ടാക്കുന്നതോ എന്ന് പറയാൻ സാധ്യമല്ല. ഇത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം സനാതനധർമ്മം അത് അനശ്വരമായി നിലനിന്നേ മതിയാവും. അതിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സംഭവിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചില ഗ്ലാനികൾ സംഭവിക്കും. അതിൽ നിന്ന് മുക്തമാവും. വീണ്ടും പഴയതിനേക്കാൾ വളരെ ജാജ്വല്യമാനമായിട്ടത് ഉയർന്നു വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ ഉൾപ്പെടാവുന്ന ആളുകളുള്ളൂ ഈ പറഞ്ഞ മനുഷ്യരൊക്കെ. അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന ഒരുപക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ല ഏതെല്ലാം മനുഷ്യരിൽ ഏതെല്ലാം തരത്തിലുള്ള ഋഷി സ്വഭാവം നിലനിൽക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അവരെ നമ്മൾ അംഗീകരിക്കുന്നു, അതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം നമുക്കിവിടെ തനി യുക്തിവാദിയായിട്ടുള്ള ആളുകളെയും ഋഷി എന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഹിന്ദുത്വത്തെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ആ ഹിന്ദുത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അജണ്ട നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. ഇത് സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വമാണോ ഹിന്ദുത്വം? സംഘപരിവാർ പറയുന്ന ഹിന്ദുത്വം തെറ്റാണോ? ഇതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ? അത് നമ്മുടെ ഭാരതത്തെ ഏകീകരിക്കുവാനുള്ള മഹർഷി അരവിന്ദോ പറഞ്ഞതുപോലെ, ശങ്കരൻ പറഞ്ഞതുപോലെ, ഇതെല്ലാം എല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെയുള്ള സങ്കല്പം തന്നെയാണ് ഹിന്ദുത്വം. അത് നമ്മുടെ ഭാരതത്തിൻ്റെയോടൊപ്പം തന്നെ ജനിച്ചതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എപ്പോഴാണോ സനാതനധർമ്മം ഉണ്ടായത് അല്ലെങ്കിൽ ഭാരതം ഉണ്ടായതിൻ്റെ ഒപ്പം തന്നെയാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ നിലനിൽപ്പാണ്. അതിലിങ്ങനെ അനവധി ഇസങ്ങൾ വരും പോവും, പക്ഷേ സനാതനധർമ്മം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. മെൻ മേ കം ആൻഡ് മെൻ മേ ഗോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കവിത പോലെ ഇത് കണ്ടിന്യൂസ് സ്രോതസ്സാണത്. ഏതായാലും ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലുള്ള ധാരാളം ആളുകൾ ഇത്തരം ഭാരതീയ സംസ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മഹത്തായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന കൃതികളും ട്രാൻസ്ലേറ്റ് ചെയ്യാനും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാനും കൂടുതൽ അത് ജനങ്ങളിലേക്കും എത്തട്ടെ. അതല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ കൂടുതൽ ആൾക്കാർ സംഘത്തിൻ്റെ മാർഗത്തിലേക്ക് എത്താനാണ് ശരിയെങ്കിൽ അത് വരട്ടെ. ഏതായാലും ജനങ്ങൾ നിശ്ചയിക്കട്ടെ ഇത്തരം മലയാളത്തിലേക്കുള്ള നല്ല നല്ല കൃതികളുടെ മലയാള ഭാഷയിലേക്കുള്ള ഇത്തരം ട്രാൻസ്ലേഷൻ വായിച്ച് അതിൻ്റെ മൂലഗ്രന്ഥങ്ങളും പ്രിൻസിപ്പൽ ടെക്സ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വിമർശനം നടത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അപ്പോൾ ചേട്ടന് നമസ്കാരം.